ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മേക്ക് സ്റ്റുഡിയോ. ഇംഗ്ലണ്ടിനെതിരായ അവസാന 3 ടെസ്റ്റ് മത്സരങ്ങൾക്കുള്ള ഇന്ത്യൻ ടീമിനെ ഇന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. വളരെ സർപ്രൈസുകൾ നിറഞ്ഞ ഒരു ടീം തന്നെയാണ്. കാര്യമായ മാറ്റങ്ങളൊന്നുമില്ലെങ്കിൽ പോലും വളരെ ചില സർപ്രൈസുകൾ നിറഞ്ഞ ഒരു ടീമിനെ തന്നെയാണ് ഇന്ത്യ നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. നമുക്ക് സ്ക്വാഡ് ഒന്ന് നോക്കുകയാണെങ്കിൽ രോഹിത് ശർമ്മ, ജസ്പ്രീത് ബുംറ, യശസ്വി ജയ്സ്വാൾ, ശുഭ്മാൻ ഗിൽ, KL രാഹുൽ, രജത് പടിദാർ, സർഫറാസ് ഖാൻ, ധ്രുവ് ജൂറൽ, KS ഭരത്, രവിചന്ദ്രൻ അശ്വിൻ, രവീന്ദ്ര ജഡേജ, അക്സർ പട്ടേൽ, വാഷിംഗ്ടൺ സുന്ദർ, കുൽദീപ് യാദവ്, മുഹമ്മദ് സിറാജ്, മുകേഷ് കുമാർ, ആകാശ്ദീപ് സിംഗ് എന്നിങ്ങനെ 17 അംഗ സ്ക്വാഡാണ് നിലവിൽ BCCI അവസാന 3 മത്സരങ്ങൾക്കുള്ള ടീമായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. മാറ്റങ്ങളെന്ന് പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പര പ്രഖ്യാപിച്ചപ്പോൾ തന്നെ, അല്ലെങ്കിൽ ഈ ടീം പ്രഖ്യാപിച്ചപ്പോൾ തന്നെ വിരാട് കോഹ്ലിയുടെ കാര്യത്തിലായിരുന്നു ആശങ്കകൾ നിറഞ്ഞിരുന്നത്. ആദ്യമേ അദ്ദേഹം ആദ്യത്തെ 2 ടെസ്റ്റ് മത്സരങ്ങൾക്ക് ഇല്ല എന്നായിരുന്നു പ്രഖ്യാപിച്ചത്. എന്നാൽ 2 മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ 3-ാം മത്സരത്തിനും താരമില്ലെന്ന രീതിയിൽ വാർത്തകൾ വന്നിരുന്നു. ഇപ്പോഴിതാ ഇംഗ്ലണ്ടിനെതിരായ പരമ്പരയിൽ നിന്ന് ഫുൾ മത്സരങ്ങളിൽ നിന്നും താരം പിന്മാറിയിരിക്കുകയാണ്. ഇംഗ്ലണ്ടിനെതിരായ ഈ ഒരു സീരീസ് വിരാട് കോഹ്ലി ഇന്ത്യൻ ടീമിൽ കാണില്ല. 5 മത്സരങ്ങൾക്കുമുള്ള ടീമിൽ നിന്ന് വിരാട് കോഹ്ലി പേഴ്സണൽ സ്വകാര്യങ്ങളാൽ മാറി നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ പരിക്കുമാറി KL രാഹുലും രവീന്ദ്ര ജഡേജയും ടീമിലേക്ക് തിരിച്ചെത്തുന്നു എന്ന് പറയുമ്പോൾ പോലും ഇരുവരുടെയും അവൈലബിലിറ്റി ഫിറ്റ്നസ്സിനെ ബേസ് ചെയ്തായിരിക്കുമെന്ന് BCCI നേരത്തെ തന്നെ, അല്ലെങ്കിൽ സെലക്ടർമാർ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ മെയിൻ ഡ്രോബാക്ക് എന്ന് പറയുന്നത് ശ്രേയസ് അയ്യർ. ആദ്യ 2 മത്സരങ്ങളിലും നിറം മങ്ങിപ്പോയ ശ്രേയസ് അയ്യർ 2-ാം ടെസ്റ്റിൻ്റെ 2-ാം ഇന്നിങ്സിൽ താരത്തിന് പുറത്തിന് പരിക്കേറ്റ് പുറത്തായിരുന്നു. അതിനാൽ തന്നെ അവസാന 3 മത്സരങ്ങൾക്കുമുള്ള ടീമിൽ നിന്ന് ശ്രേയസ് അയ്യർ കൂടി ഇപ്പോൾ റൂൾഡ് ഔട്ട് ആയിരിക്കുകയാണ്. എക്സ്പ്രസ് സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം ഗ്രോയിൻ പെയിൻ കാരണം ശ്രേയസ് അയ്യരും അവസാന 3 മത്സരങ്ങളിൽ നിന്നും റൂൾഡ് ഔട്ട് ആയിരിക്കുകയാണ്. അതിനാൽ തന്നെ അതോടൊപ്പം തന്നെ ആവേശ് ഖാൻ, ആദ്യ 2 ടെസ്റ്റിലും അവസരം ലഭിക്കാതിരുന്ന ആവേശ് ഖാനെ ടീം ഇപ്പോൾ പുറത്താക്കിയിട്ടുണ്ട്. ആവേശ് ഖാന് പകരം ആകാശ്ദീപ് സിംഗ് എന്ന യുവതാരത്തെ ഇന്ത്യ ടീമിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇംഗ്ലണ്ട് ലയൺസിനെതിരായി നടന്ന ടെസ്റ്റ് പരമ്പരയിൽ മികച്ച പ്രകടനമാണ് ആകാശ്ദീപിനെ ഇന്ത്യൻ ടീമിലേക്കുള്ള വഴി ഒരുക്കിയിട്ടുള്ളത്. ടീമിലേക്ക് നോക്കുകയാണെങ്കിൽ 3 വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻമാരാണ് നിലവിൽ ഇന്ത്യൻ സ്ക്വാഡിലുള്ളത്. KL രാഹുൽ, നമുക്കറിയാം അവൈലബിലിറ്റി, അദ്ദേഹത്തിൻ്റെ കളിയിലെ സാധ്യത വളരെ വിരളമാണ്. കാരണം പരിക്കേറ്റ് അദ്ദേഹത്തിൻ്റെ ഫിറ്റ്നസ് പൂർണ്ണമായും റിക്കവർ ചെയ്തിട്ടില്ല. അതിനാൽ തന്നെ അദ്ദേഹം ഒരു വിക്കറ്റ് കീപ്പർ റോളിൽ ടീമിലേക്ക് തിരിച്ചെത്തുമെന്ന കാര്യത്തിൽ സംശയമുണ്ട്. അതിനാൽ തന്നെ മറ്റ് 2 വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻമാരെ KS ഭരതും ധ്രുവ് ജൂറലും ടീമിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ജസ്പ്രീത് ബുംറയെ ഒഴിവാക്കി നിർത്തുകയാണെങ്കിൽ മികച്ച ഒരു പേസ് ബൗളറുടെ അഭാവം ഇന്ത്യൻ നിരയിൽ നിഴലിച്ചു തന്നെ കാണുന്നുണ്ട്. ജസ്പ്രീത് ബുംറയും അതോടൊപ്പം തന്നെ മുഹമ്മദ് സിറാജുമാണ് മെയിനായിട്ടും ഇന്ത്യൻ നിരയിലുള്ള 2 പേസ് ബൗളർമാർ. ബാക്കിയുള്ളത് മുകേഷ് കുമാറും അതോടൊപ്പം തന്നെ ആകാശ്ദീപ് സിംഗും കൂടിയാണ്. സ്പിന്നർമാരുടെ ഒരു മികച്ച നിര തന്നെയാണ്. അവസാന 3 മത്സരങ്ങൾക്കുമുള്ള സ്കോഡിൽ ഏതാണ്ട് 3-ലധികം സ്പിന്നർമാരെ ഇന്ത്യ 11-ൽ ഉൾപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ 2-ാം ടെസ്റ്റിലും ജസ്പ്രീത് ബുംറ മാത്രമായിരുന്നു ഇന്ത്യൻ മുഹമ്മദ് സിറാജിനെ പുറത്തെടുത്തുകൊണ്ട് അഡീഷണൽ സ്പിന്നറെ കൂടി കളിപ്പിച്ചായിരുന്നു ഇന്ത്യ 2-ാം ടെസ്റ്റിൽ മികച്ച വിജയം നേടിയെടുത്തത്. അതിനാൽ തന്നെ അവസാന 3 മത്സരങ്ങളിലും 4 സ്പിന്നർമാരെ നമുക്ക് 11-ൽ പ്രതീക്ഷിക്കാം. അങ്ങനെയാണെങ്കിൽ രവിചന്ദ്രൻ അശ്വിനും രവീന്ദ്ര ജഡേജയ്ക്കുമൊപ്പം അക്സർ പട്ടേലും കുൽദീപ് യാദവും കൂടി 11-ലേക്ക് എത്തും. രവീന്ദ്ര ജഡേജയുടെ അവൈലബിലിറ്റി, അദ്ദേഹത്തിൻ്റെ ഫിറ്റ്നസ് ബേസ് ചെയ്തതിനാൽ തന്നെ ജഡേജ കളിക്കലിലേക്ക് അദ്ദേഹത്തിന് പകരം വാഷിംഗ്ടൺ സുന്ദർ ആയിരിക്കും. അശ്വിൻ്റെയും അക്സർ പട്ടേലിൻ്റെയും കുൽദീപ് യാദവിൻ്റെയും കൂടെ 11-ലേക്ക് അഡീഷണൽ സ്പിന്നറായിട്ട് എത്തുന്നത്. നമുക്ക് ഈ സ്കോഡ് ഒന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ പ്രധാനമായും ആ ഒരു പോരായ്മ എന്ന് പറയുന്നത് ബാറ്റിങ്ങിൽ തന്നെയാണ്. വിരാട് കോഹ്ലി ആദ്യ 2 ടെസ്റ്റുകൾ കളിക്കില്ല എന്ന് പറയുമ്പോഴും അവസാന 3 മത്സരങ്ങൾക്ക് താരം തിരികെ ഇന്ത്യൻ ടീമിലേക്ക് എത്തും, ബാറ്റിംഗ് കുറച്ചുകൂടി സ്ട്രോങ് ആകുമെന്ന് കരുതിയിരുന്ന ആരാധകർക്ക് വളരെ നിരാശാജനകമായ ഒരു റിപ്പോർട്ട് തന്നെയായിരുന്നു വിരാട് കോഹ്ലി അവസാന 3 മത്സരങ്ങൾ കളിക്കില്ല എന്ന് പറഞ്ഞത്. ആദ്യ 2 ടെസ്റ്റിലെ ഇന്ത്യൻ ടീമിൻ്റെ ബാറ്റിംഗ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, പ്രത്യേകിച്ച് 2-ാം ടെസ്റ്റിൽ ജയ്സ്വാളിൻ്റെയും ഗില്ലിൻ്റെയും സെഞ്ചുറികൾ ഒഴിച്ചാൽ ബാക്കി ഇന്ത്യൻ ബാറ്റർമാരിൽ നിന്ന് പ്രതീക്ഷിച്ച ഇന്നിങ്സ് ഉണ്ടായിരുന്നില്ല. ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാനായ ശ്രേയസ് അയ്യർ, രജത് പടിദാർ, വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ KS ഭരത് അടക്കം, നായകൻ രോഹിത് ശർമ്മ അടക്കം ടോപ്പ് ഓർഡർ ബാറ്റിംഗ് ലൈനപ്പ് മുട്ടുമടക്കിയപ്പോഴായിരുന്നു ജയ്സ്വാളിൻ്റെയും ഗില്ലിൻ്റെ ഇന്നിങ്സ് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. അതിനാൽ തന്നെ രജത് പടിദാറിനെ അല്ലെങ്കിൽ KS ഭരതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ധ്രുവ് ജൂറലും സർഫറാസ് ഖാനും അവസാന 3-ാം ടെസ്റ്റിൽ ഇന്ത്യയുടെ 11-ലേക്ക് എത്താനുള്ള ചാൻസ് നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. ആദ്യ 2 ടെസ്റ്റിലും നിറമങ്ങിപ്പോയ താരങ്ങളായിരുന്നു രജത് പടിദാറും KS ഭരതും.
അതിനാൽ തന്നെ KS ഭരതനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് വിക്കറ്റ് കീപ്പറുടെ റോളിലേക്ക് KL രാഹുൽ കളിക്കില്ല എങ്കിൽ ധ്രുവ് ജൂറലും ടോപ്പ് ഓർഡർ ബാറ്റിങ്ങിലേക്ക് രജത് പടിദാറിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് സർഫറാസ് ഖാനും കൂടി മൂന്നാം ടെസ്റ്റിൻ്റെ 11ലേക്ക് എത്താനുള്ള ചാൻസ് ഉണ്ട്. രണ്ടാം ടെസ്റ്റിൽ ഫീൽഡറുടെ റോളിലായിരുന്നു സർഫറാസ് ഖാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. എന്നിരുന്നാലും വളരെ തരക്കേടില്ലാത്ത ഒരു സ്കോഡെന്ന് നമുക്ക് വിശകലനം ചെയ്യാം. എന്നിരുന്നാലും ബാറ്റിങ്ങിൽ തന്നെയായിരിക്കും പ്രധാനമായും കോച്ച് രാഹുൽ ദ്രാവിഡിൻ്റെ മാറ്റങ്ങൾ വരാൻ പോകുന്നത്. ആദ്യ 2 ടെസ്റ്റിലും നിറം മങ്ങിപ്പോയ ഇന്ത്യൻ ബാറ്റിംഗ് ലൈനപ്പ്, അതും ഇംഗ്ലണ്ടിനെ പോലെ അധികം മൂർച്ചയില്ലാത്ത ബോളിംഗ് ലൈനപ്പിനെതിരെ ഇന്ത്യയുടെ ടോപ്പ് ഓർഡർ മികച്ച ബാറ്റർമാർ മുട്ടുമടക്കുമ്പോൾ ശരിക്കും അത് ഇന്ത്യയെ സംബന്ധിച്ച് ചിന്തിച്ചെടുക്കേണ്ട തീരുമാനം തന്നെയാണ്. കൂടുതൽ മികച്ച ബാറ്റിംഗ് ലൈനപ്പ് ഉണ്ടാക്കാനുള്ള അവസരങ്ങളെല്ലാം ഇന്ത്യൻ ടീമിനുണ്ടായിരുന്നു. ചേതേശ്വർ പൂജാര, ദേവദത്ത് പടിക്കൽ തുടങ്ങിയ താരങ്ങളെല്ലാം നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ മികച്ച പ്രകടനമാണ് പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നത്. ചേതേശ്വർ പൂജാര രഞ്ജി ട്രോഫി ക്രിക്കറ്റിലും അതോടൊപ്പം തന്നെ ദേവദത്ത് പടിക്കലും ഇംഗ്ലണ്ട് ലയൺസിനെതിരെ പോരാട്ടത്തിലടക്കം മികച്ച ഇന്നിങ്സുകൾ കാഴ്ചവെച്ചിരുന്നു. സോ ഈ ഇരു താരങ്ങളെയും ഒക്കെ പുറത്തിരുത്തിക്കൊണ്ടാണ് ഇന്ത്യ രജത് പടിദാറിനെയും KS ഭരത് തുടങ്ങിയ താരങ്ങൾക്ക് വീണ്ടും അവസരം നൽകിയിട്ടുള്ളത് സ്കോഡിൽ. ഇനി ഇംഗ്ലണ്ട് ടീമിലെ പ്രധാന മാറ്റങ്ങളിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം, മാർക്ക് വുഡ് ഇപ്പോൾ അത് IPL നിന്നും അദ്ദേഹം റൂൾഡ് ഔട്ട് ആയിരിക്കുകയാണ്. മാർക്ക് വുഡിന് പകരം ലക്നൗ സൂപ്പർ ജയൻസ് ഷമർ ജോസഫിനെ റീപ്ലേസ്മെൻ്റ് ആയി കൊണ്ടുവന്നിട്ടുണ്ട്. രണ്ടാം ടെസ്റ്റിൽ മാർക്ക് വുഡിന് പകരം കളിച്ച ജെയിംസ് ആൻഡേഴ്സൺ വീണ്ടും 11ലേക്ക് എത്തും. അദ്ദേഹത്തിനൊപ്പം ബാക്കിയുള്ള ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് നയിക്കുന്നത് സ്പിന്നർമാരായിരിക്കും. റെഹാൻ അഹമ്മദ്, ഷോയബ് ബഷീർ, ടോം ഹാട്ട്ലി തുടങ്ങിയവർ വീണ്ടും 11ലേക്ക് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നിരുന്നാലും കാത്തിരുന്നാണ് കാണാം ഫെബ്രുവരി 15-ാം തീയതി രാജ്കോട്ടിൽ നടക്കാൻ പോകുന്ന ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരയിലെ 3ാം മത്സരം ആരെടുക്കുമെന്ന് കാത്തിരുന്നാണ് കാണാം. ആദ്യ മത്സരത്തിൽ 28 റൺസിനായിരുന്നു ഇന്ത്യയെ പരാജയപ്പെടുത്തി ഇംഗ്ലണ്ട് മികച്ച വിജയം നേടിയത്. എന്നാൽ രണ്ടാം ടെസ്റ്റിൽ അതിനൊത്ത മറുപടി തന്നെയായിരുന്നു ഇന്ത്യ ഇംഗ്ലണ്ടിനെതിരെ കാഴ്ചവെച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.